Good day to all of you. Welcome to Easy Physics. മനസ്സിലാക്കി പഠിച്ചാൽ ഫിസിക്സിനോളം എളുപ്പത്തിൽ പഠിക്കാൻ പറ്റുന്ന വേറൊരു സബ്ജക്റ്റും ഇല്ല. ഇന്നത്തെ ഈ വീഡിയോയിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 9ാം ക്ലാസ്സിലെ ഫിസിക്സിലെ മോഷൻ എന്ന് പറയുന്ന ചാപ്റ്ററിന്റെ സെക്കൻഡ് പാർട്ടാണ്. പാർട്ട് 1 കാണാത്തവരുണ്ടെങ്കിൽ പാർട്ട് 1 വീഡിയോ കണ്ടതിന് ശേഷം 2 കണ്ടാൽ കുറച്ചുകൂടെ നല്ലതായിരിക്കും. പാർട്ട് 1 നമ്മൾ സ്കെയിലേഴ്സ് ആൻഡ് വെക്ടേഴ്സിനെ കുറിച്ചും ഡിസ്റ്റൻസ് ആൻഡ് ഡിസ്പ്ലേസ്മെന്റിനെ കുറിച്ചും ഡിസ്കസ് ചെയ്തിരുന്നു. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക് സ്പീഡ് ആൻഡ് വെലോസിറ്റി ആണ്. ഓക്കെ, സ്പീഡിൽ തന്നെ യൂണിഫോം സ്പീഡ് എന്നും നോൺ യൂണിഫോം സ്പീഡ് എന്നും രണ്ടായിട്ട് നമുക്ക് തരംതിരിക്കാം. അപ്പൊ ഈ ഒരു സ്പീഡിനെ കുറിച്ചും യൂണിഫോം ആൻഡ് നോൺ യൂണിഫോം സ്പീഡിനെ തമ്മിലുള്ള ഡിഫറൻസിനെ കുറിച്ച് മനസ്സിലാക്കാൻ വേണ്ടി നമുക്കൊരു ഇടം വരെ ഒന്ന് പോയി നോക്കിയാലോ. ഒരു കാർ റേസിംഗ് ഫീൽഡിലാണ് നമ്മൾ എത്തിയിട്ടുള്ളത്. ഇവിടെ രണ്ട് പേര്, രവിയും സുരേഷും അവരുടെ കാറും കൊണ്ട് റെഡി ആയിട്ട് നിൽക്കുവാണ്. ഇതൊരു 200 മീറ്റർ റൺ റേസ് ആണ്. ഓക്കെ, ഇതിന്റെ ഫസ്റ്റ് ഹാഫ് നമുക്ക് ആദ്യം ഒന്ന് കാണാം. ഓക്കെ, അതായത് ഇവരിൽ ആരാണ് 100 മീറ്റേഴ്സ് ഏറ്റവും ഫാസ്റ്റ് ആയിട്ട് കവറപ്പ് ചെയ്യുന്നത്. ഓക്കെ, നമ്മൾ നോക്കുമ്പോൾ നമുക്ക് മനസ്സിലായി രവിയുടെ കാറാണ് 100 മീറ്റേഴ്സ് ക്യുക്കായിട്ട് കവറപ്പ് ചെയ്തിരിക്കുന്നത്. അപ്പൊ നമുക്ക് ഒന്ന് പ്രെഡിക്റ്റ് ചെയ്ത് നോക്കിയാലോ ആരായിരിക്കും വിന്നർ എന്നുള്ളത്. എന്താ തോന്നുന്നത്? രവി ആയിരിക്കണം വിന്നർ അല്ലെ. 100 മീറ്റർ രവിയാണ് ആദ്യമായിട്ട് സ്പീഡിൽ കവർ ചെയ്തത്. സ്പീഡ് എന്ന് വെച്ചാൽ ഡിസ്റ്റൻസ് ട്രാവൽഡ് ബൈ ടൈം ടേക്കൺ ആണ്. അതായത് ഒരു വസ്തു ഒരു പെർട്ടിക്കുലർ ഡിസ്റ്റൻസ് കവർ ചെയ്യാനായിട്ട് എത്രത്തോളം സമയം എടുക്കുന്നു എന്നുള്ളതാണ് സ്പീഡ് എന്നുള്ള വാക്കുകൊണ്ട് നമ്മൾ മനസ്സിലാക്കുന്നത്. ഓരോ മെഷർമെന്റിനും യൂണിറ്റ് ഉണ്ട് അല്ലെ. അപ്പൊ സ്പീഡിന്റെ യൂണിറ്റ് കണ്ടുപിടിക്കാനായിട്ട് നമുക്കറിയാം SI സിസ്റ്റത്തില് ഡിസ്റ്റൻസിന്റെ യൂണിറ്റ് മീറ്ററും ടൈമിന്റെ യൂണിറ്റ് സെക്കൻഡും ആണ്. സ്പീഡ് എന്ന് പറയുന്നത് ഡിസ്റ്റൻസ് ബൈ ടൈം, അതുകൊണ്ട് തന്നെ മീറ്റർ പെർ സെക്കൻഡ് ആണ് SI യൂണിറ്റ്. അതേസമയം പ്രാക്ടിക്കൽ യൂണിറ്റ്, അതായത് നമ്മൾ സാധാരണ രീതിയിൽ ഒരു യാത്രയെ കുറിച്ചൊക്കെ സംസാരിക്കുമ്പോൾ കൂടുതൽ ഡിസ്റ്റൻസ് കവർ ചെയ്യുമ്പോൾ ഡിസ്റ്റൻസ് നമ്മൾ കിലോമീറ്ററിനും ടൈമിനെ അവറിലുമാണ് മെഷർ ചെയ്യുന്നത്. അപ്പോൾ സ്പീഡിന്റെ കോമൺ യൂണിറ്റ് എന്ന് പറയുന്നത് കിലോമീറ്റർ പെർ അവർ ആണ്. പക്ഷെ SI സിസ്റ്റത്തിൽ മീറ്റർ പെർ സെക്കൻഡ്, അതുകൂടാതെ മൈൽസ് പെർ സെക്കൻഡ് അങ്ങനെയുള്ള യൂണിറ്റ്സ് ഒക്കെ ഉണ്ട്. പക്ഷെ കൂടുതലായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് മീറ്റർ പെർ സെക്കൻഡ് എന്ന് പറയുന്ന യൂണിറ്റ് ആണ്. ഇനി നമുക്ക് രവിയുടെ കാറിന്റെ സ്പീഡ് ഒന്ന് കണ്ടുപിടിച്ച് നോക്കാം. 100 മീറ്റർ കവർ ചെയ്യാൻ 12 സെക്കൻഡ് ആണ് രവി എടുത്തത്. അതുകൊണ്ട് തന്നെ രവിയുടെ കാറിന്റെ സ്പീഡ് 100/12 8.33 മീറ്റർ പെർ സെക്കൻഡ് ആണ്. ഇനി സുരേഷിന്റെ കാറ് 100 മീറ്റർ കവർ ചെയ്യാൻ എത്ര ടൈം എടുത്തു? 14 സെക്കൻഡ് എടുത്തു. അതുകൊണ്ട് തന്നെ ഈ കാറിന്റെ സ്പീഡ് 100/14 7.14 മീറ്റർ പെർ സെക്കൻഡ് ആണ്. അതുകൊണ്ട് തന്നെ സ്പീഡ് കൂടുതലുള്ള രവിയുടെ കാറാണ് 100 മീറ്റർ ആദ്യം കവർ ചെയ്തത്. സുരേഷ് അതിന്റെ പുറകിലാണ് വന്നത്. ഇനി നമുക്ക് സെക്കൻഡ് ഹാഫ് റേസ് ഒന്ന് കണ്ടു നോക്കാം. നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത് രവി ഫിനിഷിംഗ് ലൈൻ ആദ്യം എത്തുന്നതാണ്. പക്ഷെ ഇവിടെ സംഭവിച്ചത് നേരെ തിരിച്ചാണ്. സുരേഷ് ആണ് റേസ് വിൻ ചെയ്തത്, രവി സ്ലോയിലാണ് എത്തിയത്. അതിന്റെ കാരണം എന്തായിരിക്കും? നമ്മളുടെ പ്രഡിക്ഷൻ എവിടെയാണ് തെറ്റിപ്പോയത് എന്ന് നമുക്കൊന്ന് അനലൈസ് ചെയ്ത് നോക്കിയാലോ. അതിനുവേണ്ടി ഈ കാറുകൾ ഓരോ സമയത്തും ഓരോ ഡിസ്റ്റൻസും കവർ ചെയ്യാനായിട്ട് എത്ര ടൈം എടുത്തു എന്ന് നോക്കാം. സുരേഷിന്റെ കാർ ഫസ്റ്റ് 100 മീറ്റർ 14 സെക്കൻഡ്സ് എടുത്തു. അപ്പൊ സ്പീഡ് 7.14 ആയിരുന്നു. അതേസമയം അടുത്ത 50 മീറ്ററിന് 4 സെക്കൻഡ്സ് എടുത്തുള്ളൂ. അപ്പൊ സ്പീഡ് 12.5 ആയി. നെക്സ്റ്റ് ലാസ്റ്റ് 50 മീറ്റർ 2 സെക്കൻഡ്സിൽ കവർ ചെയ്തു. അതേസമയം രവി ആണെങ്കിലോ 100 മീറ്റർ 12 സെക്കൻഡില്, അടുത്ത 50 മീറ്റർ 6 സെക്കൻഡില്, ലാസ്റ്റ് 50 മീറ്ററും 6 സെക്കൻഡില്. അതായത് ഓരോ സമയത്തും സ്പീഡ് സെയിം ആയിരുന്നു. 8.33 തന്നെയായിരുന്നു രവിയുടെ കാറിന്റെ സ്പീഡ്. സുരേഷിന്റെ കാറിന്റെ സ്പീഡ് ആണെങ്കിലോ ടൈമിനനുസരിച്ച് ഇങ്ങനെ കൂടി സ്പീഡ് ഇൻക്രീസ് ആയിട്ട് വരുന്നതായിട്ട് കണ്ടു. അപ്പോൾ യൂണിഫോം സ്പീഡും നോൺ യൂണിഫോം സ്പീഡും അങ്ങനെ രണ്ട് രീതിയിലുള്ള സ്പീഡ് ഉണ്ട്. അപ്പൊ നമുക്ക് ആവറേജ് സ്പീഡ് എന്ന് പറയുന്ന ഒരു ക്വാണ്ടിറ്റി കണ്ടുപിടിച്ച് നോക്കാം. ആവറേജ് സ്പീഡ് എന്ന് പറയുന്നത് ടോട്ടൽ ഡിസ്റ്റൻസ് ഡിവൈഡഡ് ബൈ ടോട്ടൽ ടൈം ടേക്കൺ. ഇവിടുത്തെ ടോട്ടൽ ഡിസ്റ്റൻസ് എത്രയായിരുന്നു? 200. സുരേഷ് ടോട്ടലി എടുത്ത ടൈം 20 സെക്കൻഡ് ആണ്. അപ്പൊ അതുകൊണ്ട് ആവറേജ് സ്പീഡ് 10 മീറ്റർ പെർ സെക്കൻഡ് ആണ്. രവി ആണെങ്കിലോ ആവറേജ് സ്പീഡ് 8.33 മീറ്റർ പെർ സെക്കൻഡ് തന്നെയാണ് എടുത്തിരിക്കുന്നത്. ഓക്കെ, അപ്പോ നമ്മളിപ്പോ യൂണിഫോം സ്പീഡ് എന്താണെന്ന് പഠിച്ചു, നോൺ യൂണിഫോം സ്പീഡ് എന്താണെന്ന് പഠിച്ചു, ആവറേജ് സ്പീഡ് എന്താണെന്ന് പഠിച്ചു അല്ലെ. സ്പീഡിനെ എങ്ങനെയാണ് നമ്മൾ ഡിഫൈൻ ചെയ്തത്? നമ്മളിപ്പോ റേസിംഗ് ഫീൽഡിൽ നിന്ന് പുറത്തു വന്നിട്ട് നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണ് അവിടെ ഡിസ്കസ് ചെയ്തത് ഒന്ന് ക്വിക്ക് നോക്കിയാലോ. സ്പീഡ് ഓഫ് എൻ ഒബ്ജക്റ്റ് എന്ന് പറയുന്നത് ഡിസ്റ്റൻസ് ട്രാവൽഡ് പെർ യൂണിറ്റ് ടൈം.
ഫോർമുല നമുക്ക് എങ്ങനെ എഴുതാം? സ്പീഡ് ഈക്വൽ ടു ഡിസ്റ്റൻസ് ഡിവൈഡഡ് ബൈ ടൈം. SI യൂണിറ്റ് എന്താണ്? മീറ്റർ പെർ സെക്കൻഡ്. ഫോർമുല ട്രയാങ്കിൾ എപ്പോഴും നമുക്ക് എന്താ പറയാ, ഈ മൂന്ന് ക്വാണ്ടിറ്റീസിനെ കുറിച്ചുള്ള റിലേഷൻ ഉണ്ടെങ്കിൽ ഫോർമുല ട്രയാങ്കിൾ യൂസ് ചെയ്യുന്നത് എപ്പോഴും ഈസി ആയിരിക്കും. ഈ ഫോർമുല ട്രയാങ്കിൾ യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് സ്പീഡ് കാൽക്കുലേറ്റ് ചെയ്യണമെങ്കിൽ, സ്പീഡ് എന്ന് പറയുന്നത് V എന്ന് പറയുന്ന സിമ്പിൾ ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്, S ഡിവൈഡഡ് ബൈ T. ഇനി നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് ടൈം ആണെന്ന് വിചാരിക്കാം. അപ്പൊ എന്ത് നോക്കണം? ടൈം, ഈ ഫോർമുല ട്രയാങ്കിൾ ടൈം നമ്മൾ ഷെയ്ഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ഗോയിങ് ടു ബി ഡിസ്റ്റൻസ് ഡിവൈഡഡ് ബൈ സ്പീഡ്. ഇനി ഡിസ്റ്റൻസ് ആണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടതെന്നുണ്ടെങ്കിൽ ഡിസ്റ്റൻസ് നമ്മളിവിടെ ഷെയ്ഡ് ചെയ്ത് കഴിഞ്ഞാൽ സ്പീഡ് ഇൻ ടു ടൈം. ഓക്കെ, അപ്പൊ പലപ്പോഴും നമ്മൾ പ്രോബ്ലം ചെയ്യുന്ന സമയത്ത് ഇപ്പോ നമുക്ക് സ്പീഡും ടൈമും തന്നിട്ട് ഡിസ്റ്റൻസ് കാൽക്കുലേറ്റ് ചെയ്യാൻ പറയാം, അല്ലെങ്കിൽ സ്പീഡും ഡിസ്റ്റൻസും തന്നിട്ട് ടൈം കാൽക്കുലേറ്റ് ചെയ്യാൻ പറയാം. അപ്പൊ അതിന് വേണ്ടിയിട്ട് നമുക്ക് ഈ ഫോർമുല ട്രയാങ്കിൾ ഒന്ന് പഠിച്ചു വെക്കാം. അപ്പൊ സ്പീഡ് കാൽക്കുലേറ്റ് ചെയ്യണമെങ്കിൽ ഡിസ്റ്റൻസ് ബൈ ടൈം, ടൈം കാൽക്കുലേറ്റ് ചെയ്യണമെങ്കിൽ ഡിസ്റ്റൻസ് ബൈ സ്പീഡ്, അല്ലെങ്കിൽ ഡിസ്റ്റൻസ് കാൽക്കുലേറ്റ് ചെയ്യണമെങ്കിൽ സ്പീഡ് ഇൻ ടു ടൈം. ഈ മൂന്ന് ഫോർമുലാസ് ആണ് നമ്മളിപ്പോ ഈ ഒരു ഫോർമുല ട്രയാങ്കിൾ വെച്ച് പഠിച്ചത്. ഓക്കെ, ഇനി യൂണിഫോം സ്പീഡും നോൺ യൂണിഫോം സ്പീഡും നമ്മൾ ഡിസ്കസ് ചെയ്തു. രവിയുടെയും സുരേഷിന്റെയും കാറിന്റെ സ്പീഡുകൾ കമ്പയർ ചെയ്തിട്ട് അല്ലെ? അതിന് എന്താ മനസ്സിലായത്? യൂണിഫോം സ്പീഡ് എന്ന് പറയുമ്പോൾ ഒരു ഒബ്ജക്റ്റ് എല്ലാ സമയത്തും ഈക്വൽ ഡിസ്റ്റൻസസ് ആണ് കവർ ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ നമ്മൾ ഒരു പെർട്ടിക്കുലർ ടൈം ഇന്റർവൽ എടുത്ത് ചെക്ക് ചെയ്ത്, ഇപ്പോൾ ആദ്യത്തെ 5 സെക്കൻഡ്സിൽ 10 മീറ്റർ കവർ ചെയ്തു, നെക്സ്റ്റ് 5 സെക്കൻഡ്സിലും 10 മീറ്റർ, നെക്സ്റ്റ് 5 സെക്കൻഡ്സിലും 10 മീറ്റർ. അങ്ങനെ വരുമ്പോൾ നമുക്ക് ആ ഒബ്ജക്റ്റിന് യൂണിഫോം സ്പീഡ് ആണ് ആ ഒബ്ജക്റ്റിനുള്ളത് എന്ന് മനസ്സിലാക്കാം. അതായത് പാർട്ടിക്കിൾ ഓർ എ ബോഡി ഇസ് സെറ്റ് ടു ബി മൂവിംഗ് വിത്ത് യൂണിഫോം സ്പീഡ് ഇഫ് ഇറ്റ് കവേഴ്സ് ഈക്വൽ ഡിസ്റ്റൻസസ് in equal intervals of time, howsoever small these intervals be. അതായത് നമ്മൾ 5 സെക്കൻഡ്സിൽ ഒബ്സർവ് ചെയ്യാം, അല്ലെങ്കിൽ 1 സെക്കൻഡിൽ ഒബ്സർവ് ചെയ്യാം. എങ്ങനെ ഒബ്സർവ് ചെയ്താലും, എത്ര ടൈം ഡിഫറൻസ് എടുത്താലും ഈക്വൽ ടൈം ഇന്റർവെല്ലിൽ ഈക്വൽ ഡിസ്റ്റൻസസ് ആണ് കവർ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഒബ്ജക്റ്റിന് യൂണിഫോം സ്പീഡ് ഉണ്ടെന്ന് പറയാം. നേരെ തിരിച്ച് നോൺ യൂണിഫോം സ്പീഡ് അല്ലെങ്കിൽ വേരിയബിൾ സ്പീഡ് എന്ന് പറയുന്നത് ഒബ്ജക്റ്റ് ട്രാവൽ ചെയ്യുമ്പോൾ സാധാരണഗതിയിലുള്ള നമ്മളുടെ കാറിലൊക്കെയുള്ള മോഷൻ എന്ന് പറയുന്നത് നോൺ യൂണിഫോം അല്ലെങ്കിൽ വേരിയബിൾ സ്പീഡ് ആയിരിക്കും. കാരണം നമ്മൾ വീട്ടിൽ നിന്ന് കാർ എടുത്ത് ഇറങ്ങി, ചിലപ്പോൾ കുറച്ച് സ്പീഡിൽ പോകും, ഒരു ഹമ്പ് കണ്ടു അല്ലെങ്കിൽ ട്രാഫിക് ബ്ലോക്കിൽ പെട്ടു, സ്പീഡ് കുറയ്ക്കും, പിന്നെ നമുക്ക് സ്മൂത്ത് ആയിട്ടുള്ള റോഡ് കാണുമ്പോൾ നമ്മൾ കുറച്ചുകൂടെ സ്പീഡ് കൂട്ടും. അങ്ങനെ നോർമലി നമ്മളൊരു ജേർണി നടത്തുമ്പോൾ എപ്പോഴും വേരിയബിൾ സ്പീഡ് ആണ് ഉണ്ടാവുക. വേരിയബിൾ സ്പീഡ് എന്ന് വെച്ചാൽ എന്താണ്? ഇഫ് an object covers unequal distances in equal intervals of time, that object is said to have variable speed or non-uniform speed. ഇനി ഈ വേരിയബിൾ സ്പീഡ് ഉള്ള സമയത്ത് ആ യാത്രയുടെ ഒരു ആകെ തുക മനസ്സിലാക്കണമെങ്കിൽ നമ്മൾ എപ്പോഴും ആവറേജ് സ്പീഡിനെ കുറിച്ച് സംസാരിക്കണം. ആവറേജ് സ്പീഡ് കണ്ടുപിടിക്കാനായിട്ട് ടോട്ടൽ ഡിസ്റ്റൻസ് എത്ര, അതായത് എത്രത്തോളം സ്പീഡ് ചേഞ്ചസ് ഒക്കെ ഉണ്ടായിക്കോട്ടെ, പക്ഷെ സ്റ്റാർട്ടിങ് മുതൽ എൻഡ് വരെയുള്ള ഡിസ്റ്റൻസ് കണക്കാക്കിയിട്ട് അതിനെ അത്രയും ഡിസ്റ്റൻസ് കവർ ചെയ്യാൻ എടുത്ത ടൈം കൊണ്ട് ഡിവൈഡ് ചെയ്താൽ നമുക്ക് ആവറേജ് സ്പീഡ് കിട്ടും. ടോട്ടൽ ഡിസ്റ്റൻസ് ട്രാവൽഡ് ഡിവൈഡഡ് ബൈ ടോട്ടൽ ടൈം ടേക്കൺ. ഇതാണ് ആവറേജ് സ്പീഡ് കണ്ടുപിടിക്കാനുള്ള ഫോർമുല. അപ്പൊ സ്പീഡിനെ കുറിച്ച് നമുക്ക് മനസ്സിലായി. ഡെഫിനേഷൻ എന്താണ്, SI യൂണിറ്റ് എന്താണ്, മാത്തമാറ്റിക്കൽ ഫോർമുല എന്താണ്, അതുപോലെ യൂണിഫോം സ്പീഡ്, വേരിയബിൾ സ്പീഡ് ആൻഡ് ആവറേജ് സ്പീഡ്, ഇത്രയും കാര്യങ്ങൾ മനസ്സിലാക്കി. ഇനി നമുക്ക് അടുത്ത ടോപ്പിക്കിലോട്ട് പോവാം. അത് വെലോസിറ്റി ആണ്. അതായത് ചില സമയത്ത് നമുക്ക് സ്പീഡ് അറിഞ്ഞതുകൊണ്ട് മാത്രം ഇൻഫർമേഷൻസ് കംപ്ലീറ്റ് ആവണമെന്നില്ല. ഫോർ എക്സാമ്പിൾ, സെയിലേഴ്സ് ഒരു സെയിലിംഗ് ബോട്ടിൽ പോകുന്ന സമയത്ത് അവർക്ക് സ്പീഡ് മാത്രം അറിഞ്ഞാൽ പറ്റില്ല, ഏത് ഡയറക്ഷനിലാണ് പോകുന്നത് എന്ന് കൂടെ, ആ ബോട്ട് അല്ലെങ്കിൽ ആ ഷിപ്പ് ഏത് ഡയറക്ഷനിൽ പോകുന്നു എന്നുള്ളത് കൂടെ, ആ ഇൻഫർമേഷൻ കൂടെ ഇമ്പോർട്ടന്റ് ആയിട്ട് വരും. അങ്ങനെയുള്ള സമയത്ത് സ്പീഡ് അലോങ് വിത്ത് ഡയറക്ഷൻ നമ്മൾ ഡിസ്ക്രൈബ് ചെയ്യും. അതിനെയാണ് വെലോസിറ്റി എന്ന് പറയുന്നത്. വെലോസിറ്റി ഈസ് എ ഡിസ്ക്രിപ്ഷൻ ഓഫ് ബോത്ത് സ്പീഡ് ആൻഡ് ഡയറക്ഷൻ. ഡിസ്റ്റൻസ് വിത്ത് ഡയറക്ഷനെയാണ് നമ്മൾ ഡിസ്പ്ലേസ്മെന്റ് എന്ന് പഠിച്ചത് അല്ലെ? അപ്പൊ വെലോസിറ്റിനെ നമുക്ക് എങ്ങനെ ഡിഫൈൻ ചെയ്യാം? വെലോസിറ്റി ക്യാൻ ബി ഡിഫൈൻഡ് ആസ് ഡിസ്പ്ലേസ്മെന്റ് ഡിവൈഡഡ് ബൈ
time taken. It is a vector quantity. Vector means it has got both magnitude and direction. നമ്മൾ സ്കേലാർസിനെയും വെക്ടേഴ്സിനെയും കുറിച്ച് കഴിഞ്ഞ വീഡിയോയിൽ ഡിസ്ക്രൈബ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ പറഞ്ഞിരുന്നു വെലോസിറ്റി ഒരു വെക്ടറിന്റെ എക്സാമ്പിൾ ആണെന്നുള്ളത്. ഓക്കെ, ഇനി യൂണിഫോം വെലോസിറ്റി എന്ന് വെച്ചാൽ എന്തായിരിക്കും? ഒരു വസ്തു ഈക്വൽ ഡിസ്പ്ലേസ്മെന്റ്സ് ഇൻ ഈക്വൽ ഇന്റർവെൽസ് ഓഫ് ടൈം. നമ്മൾ യൂണിഫോം സ്പീഡ് പറഞ്ഞപ്പോൾ ഈക്വൽ ഡിസ്റ്റൻസ് എന്നുള്ള വേർഡാണ് യൂസ് ചെയ്തത്. പക്ഷെ ഇവിടെ നമ്മൾ ഈക്വൽ ഡിസ്പ്ലേസ്മെന്റ്സ് ഇൻ ഈക്വൽ ഇന്റർവെൽസ് ഓഫ് ടൈം, അതിനെയാണ് യൂണിഫോം വെലോസിറ്റി എന്ന് പറയുന്നത്. വേരിയബിൾ വെലോസിറ്റി എന്തായിരിക്കും? ഇഫ് ഇറ്റ് കവേഴ്സ് അൺഈക്വൽ ഡിസ്പ്ലേസ്മെന്റ്സ്. അൺഈക്വൽ ഡിസ്പ്ലേസ്മെന്റ്സ് എന്ന് പറയുന്നത് ചിലപ്പോൾ അതിന്റെ മാഗ്നിറ്റ്യൂഡ് കോൺസ്റ്റന്റ് ആയിരുന്നിട്ട് ഡയറക്ഷൻ മാറാനും മതി. ഓക്കെ, അതായത് വേരിയബിൾ വെലോസിറ്റി ഉണ്ടാവണമെന്നുണ്ടെങ്കിൽ ഒരു ഒബ്ജക്റ്റിന്റെ സ്പീഡ് ചേഞ്ച് ചെയ്യാം, അല്ലെങ്കിൽ ഡയറക്ഷൻ ചേഞ്ച് ചെയ്യാം, അല്ലെങ്കിൽ സ്പീഡും ഡയറക്ഷനും ചേഞ്ച് ചെയ്യാം. ഈ മൂന്ന് സന്ദർഭങ്ങളിലും നമ്മൾ ആ ഒബ്ജക്റ്റിന് വേരിയബിൾ വെലോസിറ്റി ആണ് എന്ന് പറയും. ആവറേജ് വെലോസിറ്റി എന്താണെന്ന് നോക്കാം. ആവറേജ് വെലോസിറ്റിക്ക് നമ്മൾ രണ്ട് ഫോർമുല പഠിക്കുന്നുണ്ട്. ഒരെണ്ണം നെറ്റ് ഡിസ്പ്ലേസ്മെന്റ് ഡിവൈഡഡ് ബൈ ടോട്ടൽ ടൈം ടേക്കൺ. അതുപോലെ ഈ ഒരു വസ്തുവിന് ഇനീഷ്യൽ ആൻഡ് ഫൈനൽ വെലോസിറ്റി നമുക്കറിയാം. ഈ വസ്തു ട്രാവൽ ചെയ്യുന്നത് യൂണിഫോം ആക്സിലറേഷൻ. ആക്സിലറേഷൻ ഒരു പുതിയ ടേം ആണ്. നമ്മൾ അടുത്ത വീഡിയോയിലൂടെ അതിനെക്കുറിച്ച് കൂടുതൽ പഠിക്കാം. ഓക്കെ, ഇനി യൂണിഫോം ആക്സിലറേഷനിലുള്ള ഒബ്ജക്റ്റ് ആണെങ്കിൽ ആവറേജ് വെലോസിറ്റി കണ്ടുപിടിക്കാനായിട്ട് ഒരു ഫോർമുല കൂടെ ഉണ്ട്. അത് u plus v by 2. ഇത് നമ്മൾ അടുത്ത ടോപ്പിക്കിൽ പഠിക്കാം. എന്താണ് ആക്സിലറേഷൻ, ഇനീഷ്യൽ ആൻഡ് ഫൈനൽ വെലോസിറ്റീസ് എന്താണെന്നുള്ളത്. ഓക്കെ, ഫോർമുല ഇവിടെ ഒന്ന് പഠിച്ചു വെക്കൂ. ആവറേജ് വെലോസിറ്റി എന്ന് പറയുന്നത് സം ഓഫ് ഇനീഷ്യൽ ആൻഡ് ഫൈനൽ വെലോസിറ്റി ഡിവൈഡഡ് ബൈ ടൈം ഡിവൈഡഡ് ബൈ 2. ഓക്കെ, അപ്പൊ ആവറേജ് വെലോസിറ്റിക്ക് രണ്ട് ഫോർമുലയുണ്ട്. നെറ്റ് ഡിസ്പ്ലേസ്മെന്റ് ഡിവൈഡഡ് ബൈ ടോട്ടൽ ടൈം ടേക്കൺ ആൻഡ് sum of initial and final velocity divided by 2. ഇനി ഒരു വസ്തുവിനെ യൂണിഫോം വെലോസിറ്റിയിൽ മൂവ് ചെയ്യാനായിട്ട് നമ്മൾ ഫോഴ്സ് ഒന്നും ആ വസ്തുവിൽ അപ്ലൈ ചെയ്യേണ്ടതില്ല. നമ്മൾ അടുത്ത ചാപ്റ്ററിലാണ് ഫോഴ്സിനെ കുറിച്ച് പഠിക്കുന്നത്. ആ സമയത്ത് ഇതിന്റെ കൂടുതൽ ഡീറ്റെയിൽസ് പറഞ്ഞുതരാം. എന്തുകൊണ്ടാണ് യൂണിഫോം വെലോസിറ്റിയിലുള്ള ഒരു ഒബ്ജക്റ്റിന് ഫോഴ്സ് ആവശ്യമില്ലാത്തത്? ഒരു ഫോഴ്സും എക്സ്റ്റേണൽ ഫോഴ്സും അപ്ലൈ ചെയ്യാതെ തന്നെ ഒരു വസ്തുവിന് യൂണിഫോം വെലോസിറ്റിയിൽ ട്രാവൽ ചെയ്യാൻ പറ്റും. ഇത് നമ്മളുടെ ബോർഡ് എക്സാമിന്റെ ഒക്കെ ഒരു 1 മാർക്ക് ക്വസ്റ്റൻ ആയിട്ട് വരുന്നതാണ്. ഒരു ഒബ്ജക്റ്റ് is moving with uniform velocity, how much will be the force acting on it? Force acting on it is 0. Okay, അപ്പോൾ ഇനി നമ്മള് സ്പീഡും വെലോസിറ്റിനെ കുറിച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് പഠിച്ചു. ഒന്ന് ക്വിക്ക് ആയിട്ട് ഒന്ന് റീക്യാപ്പ് ചെയ്ത് നോക്കിയാൽ എന്തൊക്കെയാണ് സ്പീഡും വെലോസിറ്റി തമ്മിലുള്ള ഡിഫറൻസസ് എന്ന്. സ്പീഡിനെ ഡിഫൈൻ ചെയ്യുന്നത് ടൈം റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ഡിസ്റ്റൻസ് ആണ്. അതേസമയം വെലോസിറ്റി എന്ന് പറയുന്നത് ടൈം റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ഡിസ്പ്ലേസ്മെന്റ് ആണ്. സ്പീഡ് ടെൽസ് നത്തിങ് അബൌട്ട് ഡയറക്ഷൻ, അല്ലെ? വെലോസിറ്റി നോക്കിയാലാണ് നമുക്ക് വസ്തുവിന്റെ ഡയറക്ഷനെ കുറിച്ചുള്ള ഒരു ഐഡിയ കിട്ടുന്നത്. സ്പീഡ് സ്കേലാർ ആണ്, വെലോസിറ്റി വെക്ടർ ആണ്. സ്പീഡ് can be positive or zero, but velocity എന്ന് പറയുന്നത് പോസിറ്റീവ് ആവാം, സീറോ ആവാം, നെഗറ്റീവ് ആവാം. ആവറേജ് സ്പീഡ് can never be zero, പക്ഷെ ഒരു വസ്തുവിന്റെ ആവറേജ് വെലോസിറ്റി എന്ന് പറയുന്നത് സീറോ ആവാൻ സാധ്യതയുണ്ട്. കാരണം ഡിസ്പ്ലേസ്മെന്റ് സീറോ. നമ്മൾ ഫസ്റ്റ് വീഡിയോയിൽ പറഞ്ഞിരുന്നു എപ്പോഴാണ് ഒരു വസ്തുവിന്റെ ഡിസ്പ്ലേസ്മെന്റ് സീറോ ആവുന്നതെന്ന്. എപ്പോഴാണ് ഒരു വസ്തുവിന്റെ ഡിസ്പ്ലേസ്മെന്റ് സീറോ ആവുന്നത്? ഒരു വസ്തു ഒരു പോയിന്റിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് അതേ പോയിന്റിൽ തന്നെ തിരിച്ചെത്തി കഴിഞ്ഞാൽ അതിന്റെ ഡിസ്പ്ലേസ്മെന്റ് സീറോ ആണ്. അങ്ങനെയുള്ള സന്ദർഭത്തിൽ ആവറേജ് വെലോസിറ്റി ക്യാൻ ഓൾസോ ബി സീറോ. അപ്പോൾ സ്പീഡിനെ വെലോസിറ്റിനെ കുറിച്ചിട്ട് എല്ലാവർക്കും ഡീറ്റെയിൽഡ് ആയിട്ട് മനസ്സിലായിട്ടുണ്ടാകും എന്ന് പ്രതീക്ഷിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യൂ. താങ്ക് യു ഫോർ വാച്ചിങ്. ഹാവ് എ വണ്ടർഫുൾ ഡേ അഹെഡ് ടു ഓൾ ഓഫ് യു.